മദ്രസ എന്നാൽ മതപഠന സ്ഥാപനം എന്നതിനപ്പുറം രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ യുവാക്കളെ പ്രേരിപ്പിച്ചാലോ ആ മദ്രസ പൂട്ടണം. ഓരോ രാജ്യസ്നേഹിയും ആഗ്രഹിക്കുന്നത് അതാണ്. എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിൽ ഒരു മദ്രസയ്ക്ക് നിരോധനം ഏർപ്പെടുത്തി അതിനെതിരെ കാശ്മീരിൽ കലാപം സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്നവരെ രാജ്യസ്നേഹികളെന്ന് വിളിക്കാനാകുമോ? ഷോപ്പിയാൻ ജില്ലയിലെ ഇമാം സാഹിബിൽ ദാറുൽ ഉലൂം ജാമിയ സിറാജ് ഉൽ ഉലൂം മദ്രസയ്ക്കാണ് സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയത്. ഈ മദ്രസയ്ക്കുള്ളിൽ ഭീകരതയുടെ വലിയൊരു ശൃംഖല പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി. അതിനെ തുടർന്നാണ് നിരോധനം ഏർപ്പെടുത്തിയത്. നിരോധനത്തെ തുടർന്ന് കാശ്മീർ താഴ്വരയിൽ നിരവധി ഇസ്ലാം സംഘടനാ പ്രവർത്തകർ എതിർപ്പുകളുമായി രംഗത്തെത്തി. സ്കൂളിലെ 800-ലധികം വിദ്യാർത്ഥികളുടെ ഭാവി കണക്കിലെടുത്ത് വിലക്ക് പിൻവലിക്കണം എന്നാണ് ഈ ആക്ടിവിസ്റ്റുകൾ അടക്കം ആവശ്യപ്പെടുന്നത്. എന്നാൽ വിലക്ക് നീക്കാൻ പറ്റില്ല എന്ന ഉറച്ച നിലപാട് ജമ്മു കാശ്മീർ പോലീസും എടുത്തു. ദാറുൽ ഉലൂം ജാമിയ സിറാജ് ഉൽ ഉലൂമിൽ നിന്ന് പഠിച്ചിറങ്ങിയ 17 വിദ്യാർത്ഥികളാണ് രാജ്യത്തിന് ഭീഷണിയായി ഭീകരവാദികളായതും ഒടുവിൽ കൊല്ലപ്പെട്ടതും. ഇത് സംബന്ധിച്ച് പുറത്തുവന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഈ മദ്രസ രാജ്യത്തിന് ഭീഷണിയാണ് എന്ന് വ്യക്തമാക്കി. ഷോപ്പിയാൻ ജില്ലാ പോലീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധന നടപടി സ്വീകരിച്ചത് എന്നും തിടുക്കത്തിലെടുത്തതല്ല എന്നും ജമ്മു കാശ്മീർ പോലീസ് വിശദമായ കുറിപ്പിറക്കിയിട്ടുണ്ട്. തീവ്രവാദം പ്രചരിപ്പിക്കുന്നതിലും തീവ്രവാദികളെ റിക്രൂട്ട് ചെയ്യുന്നതിലും സ്കൂളിന് ദീർഘകാലമായി പങ്കുണ്ട് എന്ന് വിശ്വസിക്കാവുന്ന തെളിവുകൾ ലഭിച്ചതായും പോലീസ് പറയുന്നു. 17 പൂർവ്വ വിദ്യാർത്ഥികളെ മദ്രസയിലെ അധ്യാപകർ ബ്രെയിൻ വാഷിംഗ് നടത്തി. അവർ തീവ്രവാദ സംഘടനകളെ ചേർന്നു. പിന്നീട് സുരക്ഷാ സേനയുമായി പലതവണയുള്ള ഏറ്റുമുട്ടലുകളെ കൊല്ലപ്പെട്ടു. ഇങ്ങനെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് തള്ളിവിടുന്നതിന്റെ ഏജന്റായി ഈ മദ്രസയും അതിലുള്ളവരും മാറിയിരിക്കുന്നു എന്ന് പോലീസ് കണ്ടെത്തി. നിയമവിരുദ്ധവും ദേശവിരുദ്ധവുമായ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായാണ് നിലവിൽ ഈ മദ്രസ പ്രവർത്തിക്കുന്നത് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സുരക്ഷാ ഏജൻസികൾക്ക് അടിക്കടി ലഭിച്ചിരുന്നു. കൊല്ലപ്പെട്ട ഭീകരരുടെ അടുത്ത ബന്ധുക്കൾ ഇവരുടെ മാനേജ്മെന്റിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചിരുന്നവരാണ്. നിരോധിത സംഘടന ജമാഅത്തെ ഇ ഇസ്ലാമിയിലെ അംഗങ്ങൾ നിയമ നടപടികൾ ഒഴിവാക്കുന്നതിനും രഹസ്യമായി ദേശവിരുദ്ധ അജണ്ട നടപ്പാക്കുന്നതിനുമായി ഈ മദ്രസയിൽ പ്രവർത്തിച്ചു എന്നാണ് വിവരങ്ങൾ. ദാറുൽ ഉലൂം ജാമിയ സിറാജ് ഉൽ ഉലൂമിനെതിരെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമത്തിലെ UAPA സെക്ഷൻ 8 പ്രകാരമാണ് നടപടികൾ ആരംഭിച്ചത്. നടപടിയുടെ സമയത്ത് കാശ്മീർ ഡിവിഷണൽ കമ്മീഷണർ സ്ഥാപന മാനേജ്മെന്റിന് നോട്ടീസ് നൽകി അവരുടെ വാദം അവതരിപ്പിക്കാൻ പൂർണ്ണവും നീതിയുക്തവുമായ അവസരം നൽകിയെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. പലപ്പോഴും മദ്രസകളും മതപഠനവും ഒക്കെ വിവാദ വിഷയങ്ങളാണല്ലേ. താലിബാൻ അടക്കമുള്ള ഭീകര സംഘടനകൾക്ക് പുറമേ നിന്നുള്ള ആയുധ സാമ്പത്തിക പിൻബലമില്ലാതെ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. എന്നാൽ എങ്ങനെയാണ് ഇത്തരം ജിഹാദ് പ്രവർത്തനങ്ങളോട് ആഭിമുഖ്യമുള്ള വ്യക്തികൾ രൂപാന്തരപ്പെടുന്നത്? മറ്റുള്ള മനുഷ്യരെ നിർദ്ദയം കൊല്ലാനും ഇസ്ലാമിക രാഷ്ട്രത്തിനെ കൊലവിളി മുഴക്കാനുമുള്ള മനുഷ്യന്മാർ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്നതല്ല. വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വഭാവ രൂപീകരണവും അതിനുള്ള നിരന്തര അഭ്യാസവും അവർക്ക് വേണം. മാത്രമല്ല ചെറുപ്പം മുതൽ തുടങ്ങുന്ന മതപഠനം, അന്യമത വിരോധം അതൊക്കെ അവിടെ ആവശ്യമാണെന്നാണ് വിലയിരുത്തൽ. അപ്പോൾ പിന്നെ മതപഠനം നടത്തുന്ന മദ്രസകൾക്കൊരിക്കലും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ല. പാകിസ്ഥാൻ, കാശ്മീർ, ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളിലൊക്കെ താലിബാൻ പോലുള്ള സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടത്രേ. ഇവരെ പിന്തുണയ്ക്കുന്നതും സഹായിക്കുന്നതും പോറ്റുന്നതും താലിബാനും പാകിസ്ഥാനിലെ മറ്റ് ഇസ്ലാമിക മത തീവ്രവാദ സംഘടനകളാണ്. ഇവരുടെ പ്രധാന ഉദ്ദേശം പാശ്ചാത്യ ലോകവുമായി യുദ്ധം, പിന്നെ കാശ്മീർ സംഘർഷം അതൊക്കെ പരമാവധി നിലനിർത്തുക. എന്തായാലും ഈ സംഘടനകളുടെ എല്ലാം വേരുകൾ ഇരിക്കുന്നത് മദ്രസകളിലാണ്, വിശേഷിച്ച പാകിസ്ഥാനിലെ മദ്രസകളിൽ. ഇവർ ഏറ്റവും കൂടുതൽ സാമ്പത്തികമായി സഹായിക്കുന്നത് പല വിദേശ രാജ്യങ്ങളാണ് എന്നും വിവരങ്ങളുണ്ട്. ചില മതപരമായ പ്രോജക്റ്റുകളാണ് ഈ മദ്രസകൾക്കുള്ള ഫണ്ടിങ് ലഭ്യമാക്കുന്നത്. ഇസ്ലാമിക തീവ്രവാദം ലോകം മുഴുവനും എത്തിക്കാൻ വേണ്ടി ഇത്രയും ചിലവഴിക്കുന്ന വിദേശ രാജ്യങ്ങളുണ്ടോ എന്നാണ് സംശയിക്കേണ്ടത്. അൽ ഖൈദയ്ക്കും ഈ മദ്രസകൾ വഴിയായിരിക്കാം ഫണ്ടിങ് ലഭിക്കുന്നത് എന്ന് വിലയിരുത്തലുകളുണ്ട്, റിപ്പോർട്ടുകളുണ്ട്. ഈ മദ്രസകളിൽ പഠിക്കുന്നത് ഭൂരിഭാഗവും അഫ്ഗാൻ, പാകിസ്ഥാൻ പ്രദേശങ്ങളിലെ പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികളാണ്. മറ്റു വിദ്യാഭ്യാസം ലഭിക്കാത്ത കുട്ടികളെ ചെറിയ പ്രായത്തിൽ തന്നെ പിടിച്ചതിലേക്ക് മുങ്ങി താഴ്ത്തുകയാണ് ചെയ്യുന്നത്. അതിന്റെ ഫലമായിട്ട് അവർക്ക് മതവിദ്വേഷം ഉണ്ടാകുന്നു, അന്യമതസ്ഥരോട് വെറുപ്പും ഉണ്ടാകുന്നു. പിന്നീട് അവർക്ക് ആയുധ പരിശീലനം കിട്ടുന്നു, കായിക അഭ്യാസങ്ങൾ കിട്ടുന്നു. എന്തായാലും മദ്രസ നല്ല രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ, മതപഠനം അത്തരം കാര്യങ്ങളിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അതിൽ ആരും എതിർപ്പ് പറയേണ്ട ആവശ്യമില്ല. അത് ഒരു മതത്തിന്റെ മതപഠന സ്ഥാപനം തന്നെയാണ്. പക്ഷെ അവിടെ രാജ്യദ്രോഹപരമായ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നാൽ അതിനെതിരെ പ്രതികരിക്കേണ്ടത് ഒരു രാജ്യത്തിലെ ഓരോ പൗരന്റെയും മൗലികമായ ഒരു കർത്തവ്യമായി തന്നെയാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാൻസ്.